എൻ്റെ രണ്ട് സ്റ്റുഡൻസ് തന്നെയാണ് അതിൽ. പിന്നെ അബ്ബാസ്, അതുപോലെ ഹംസ മുനീർ. തിരുനാവായയിലെ രണ്ട് ചെറുപ്പക്കാരാണ് പുതുപ്പറമ്പിൽ അബ്ബാസും ചെറുപറമ്പിൽ ഹംസക്കുട്ടിയും. ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയുകയും ഈ രാധമുഖേനയാണ് വന്നത്. അപ്പോൾ ചെളിയൊക്കെ കെട്ടി മഴയൊക്കെ പെയ്താൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു. പ്രത്യേകിച്ച് വസ്ത്രം മാറി വരുന്ന ആളുകൾക്കൊക്കെ ഈ ചെളി നേരെ ക്ഷേത്രത്തിനകത്തേക്കും. അപ്പോൾ അവരത് വന്നു, ഒരു അനുമതി ചോദിച്ചു, നമ്മൾ അനുമതി കൊടുത്തു. പിന്നീട് പെട്ടെന്ന് കണ്ടു അവർ സാധനങ്ങൾ ഇറക്കുന്നു, ആ പണി പൂർത്തീകരിക്കുന്നു. സാധാരണ ഒരു മണ്ണല്ല ഇത്. പൊന്നാനിക്കളരിയും അതുപോലെ തന്നെ ഈ തിരൂരും ഭാഷാപിതാവിൻ്റെ ഒക്കെ ഈ മണ്ണിൽ നിൽക്കുന്ന ജനങ്ങൾക്ക് നല്ല വെളിച്ചമേ ഉണ്ടാവുള്ളൂ. അവർ നല്ല ചിന്താഗതിക്കാരാണ്. തിരുനാവായ അമ്പലത്തിന്റെ ഉള്ളിൽ കട്ട പാകി കൊടുത്തത് ഒരു രണ്ട് മുസ്ലിം സഹോദരങ്ങളാണ്. അതെ അതെ. നാവാമുകുന്ദ ക്ഷേത്രത്തിന്റെ പേരിലുള്ള നാവാമുകുന്ദന്റെ പേരിലുള്ള സരസ്വതി വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചവരാണ് ഈ തിരുനാവായ പഞ്ചായത്തിലും ആ പ്രദേശത്തിലും ഈ ചുറ്റുപാടുകളിലുള്ള മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന തലമുറയിൽപ്പെട്ട ഈ തലമുറയിലും മുൻ തലമുറയിൽപ്പെട്ട ആളുകൾ. അത്രമാത്രം നാഭീനാള ബന്ധമുണ്ട് ആ ക്ഷേത്രവുമായിട്ട്, ആ വിദ്യാലയവുമായിട്ട്. എല്ലാവരും കൂടെ വരട്ടെ. ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ നാട്, നമ്മുടെ നാട്. വടക്കേ ഇന്ത്യക്കാർക്കുള്ള സംശയങ്ങൾ വല്ലതുണ്ടെങ്കിൽ തീരട്ടെ ഇതോടുകൂടി. തിരുനാവായ കുംഭമേള നടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ കുംഭമേള നടക്കുന്നതിന് മുമ്പ് തന്നെ വലിയ രീതിയിലേക്ക് കുംഭമേള നടത്തും, ഞങ്ങൾ നടത്തും, നിങ്ങൾ തടഞ്ഞാലും ഞങ്ങൾ നടത്തും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലേക്കുള്ള പ്രചരണം നടന്നായിരുന്നു. പ്രവീൺ മാഷാണ് നമ്മുടെ കൂടെ. മാഷേ നമസ്കാരം. നമസ്കാരം. ഏറ്റവും കൂടുതൽ ഇതുമായി, അതായത് തിരുനാവായയുടെ പശ്ചാത്തലവുമായി സംസാരിക്കാൻ കഴിവുള്ള ഒരാളുകളാണ് പ്രവീൺ മാഷ്. കാര്യം നവാമുകുന്ദ സ്കൂളിൽ അധ്യാപകനാണ്, ഒരുപാട് ആളുകളെ പഠിപ്പിച്ച, ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച ആളാണ്. വലിയ രീതിയിലേക്ക് വലിയ കുട്ടികളായിട്ടാവില്ലേ ശരിക്കും ഇപ്പോൾ? തീർച്ചയായിട്ടും അല്ലേ? അവരൊക്കെ എല്ലാ അമ്മമാരും എല്ലാം അവരുടെ പേരക്കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത്ര രീതിയിൽ പഠിപ്പിക്കാനുള്ള സാഹചര്യം കിട്ടി. അപ്പോൾ മാഷ് വലിയ രീതിയിലേക്ക് യാത്ര ചെയ്യുന്ന ആളാണ്, പല യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. തീർച്ചയായും. തിരുനാവായക്കാരുടെ ഇപ്പോഴത്തെ ഒരു മൈൻഡ് എന്താണ്? ഇതുമായി ബന്ധപ്പെട്ടിട്ട് പ്രാഥമിക തുടക്കത്തിൽ ആമുഖമായിട്ട് ഒരു കാര്യം പറയാം. ഈ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിലാണ് ഞാൻ ജോലി ചെയ്യുന്ന വിദ്യാലയം തുടങ്ങിയത്. 1946 തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിലെ സത്രപുരയിലായിരുന്നു സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ആ വിദ്യാലയം തുടങ്ങുന്നത്. 2-3 ക്ലാസ് മുറിയിലായിരുന്നു തുടങ്ങിയത്. ആ വിദ്യാലയമാണ് പിന്നീട് സരസ്വതി ക്ഷേത്രമാണ്. ചെങ്ങമ്പള്ളിക്കുന്നിൽ ഈ മാമാങ്കത്തിൻ്റെ മരുന്നറയും ഇതൊക്കെ ഇരിക്കുന്ന പ്രധാനപ്പെട്ട ശേഷിപ്പുകളിരിക്കുന്ന ഭാരതപ്പുഴ സാക്ഷിയായിട്ട് ആ വിദ്യാലയം അവിടെയുള്ളത്. ആ വിദ്യാലയം നാവാമുകുന്ദ ക്ഷേത്രത്തിൻ്റെ പേരിലുള്ള നാവാമുകുന്ദൻ്റെ പേരിലുള്ള സരസ്വതി വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചവരാണ് ഈ തിരുനാവായ പഞ്ചായത്തിലും ആ പ്രദേശത്തിലും ഈ ചുറ്റുപാടുകളിലുള്ള മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന തലമുറയിൽപ്പെട്ട ഈ തലമുറയിലും മുൻ തലമുറയിൽപ്പെട്ട ആളുകൾ. അത്രമാത്രം നാഭീനാള ബന്ധമുണ്ട് ആ ക്ഷേത്രവുമായിട്ട്, ആ വിദ്യാലയവുമായിട്ട്, അവിടെ നടക്കുന്ന ആചാര അനുഷ്ഠാന വിശ്വാസ കാര്യങ്ങളിൽ. ഒരു പ്രധാനപ്പെട്ട ഈ നടത്താൻ വിടില്ല. എനിക്കിപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് ആ ചർച്ചകൾ കണ്ടത്. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ അത്തരം ചർച്ചകൾക്ക് പുറകെ പോകാറില്ല. ഒന്നാമത്തെ കാര്യം, കാരണം ഇനി തലയും പാലും ഇല്ല, ആളും ഇല്ലാത്ത രൂപത്തിൽ ഡിജിറ്റൽ കാലത്ത് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ആയിട്ട് പലതും കാണുന്നുണ്ട്. നമുക്ക് അതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു ആരാ ഇവിടെ വിടാത്തത്? നമുക്ക് അങ്ങനെ ഒരു വിഷയത്തിൽ വിടില്ല എന്ന് പറഞ്ഞു എന്ന ചർച്ച അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിൻ്റെ പുറകെ പോകുന്നില്ല. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഇത് നടത്താൻ വിടില്ല എന്നാരും പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ ജനങ്ങളാരും പറഞ്ഞിട്ടില്ല, ഏതെങ്കിലും സംഘടനകൾ പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടുത്തെ MLA പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർമാർ പറഞ്ഞിട്ടുണ്ടോ? ജനപ്രതിനിധികൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്താ ഉണ്ടായത്? അതിലാണല്ലോ ചർച്ച. അതായത് നമ്മൾ ഒരു പൊതുസ്ഥലത്ത്, പ്രത്യേകിച്ച് ഈ നദി എന്ന് പറയുന്നത് പരിസ്ഥിതി ലോല പ്രദേശവും ഏരിയയൊക്കെയാണ്. ഈ നദി, പർവ്വതം, കടൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നിയമാവലികളിൽ പെടുന്നതാണ്. ഈ നദിക്കുള്ളിൽ തന്നെ ഒരുപാട് മൃഗങ്ങളും സസ്യജന്തു ജീവജാലങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ഈ ഭാരതപ്പുഴ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതെന്തോ ആവട്ടെ, നമ്മുടെ, അതായത് ഇപ്പോൾ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു പൊതുയിടമാണ്. ആ ക്ഷേത്രം പൊതുയിടമാണെങ്കിൽ പോലും അത് ഒരു വിഭാഗം ആളുകളുടെ പൊതുയിടമാണ്. അതിൻ്റെ ഉള്ളിൽ 2 തരമുണ്ടല്ലോ. മറ്റേത് മുഴുവൻ ജനങ്ങളുടെയും പൊതുയിടമാണ്, സർക്കാരിൻ്റെ പൊതു. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിനൊരു പെർമിഷൻ വേണമെന്ന് അത് സംഘാടകർക്ക് അറിയുന്നതാണ്. അവരതൊന്നും നിശ്ചയിച്ചിട്ടൊന്നുമില്ല. ഒന്ന്, വില്ലേജ് ഓഫീസർ ഒരു സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. ഇതാണല്ലോ ആശയക്കുഴപ്പം. വില്ലേജ് ഓഫീസർ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ കെട്ടുന്ന പാലത്തിന് ഉറപ്പുണ്ടാവണം. അപ്പോൾ എന്തെങ്കിലും പലകയും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കെട്ടിക്കഴിഞ്ഞാൽ ആ പാലം 10,000-കണക്കിന് ആളുകൾ വരുമെന്നാണ് സംഘാടകർ പറയുന്നത്. അതിൻ്റെ പുറത്ത് വന്നിട്ട് എന്തെങ്കിലും അപകടം ഉണ്ടായി ആദ്യത്തെ ചോദ്യം വില്ലേജ് ഓഫീസറോടായിരിക്കും, കളക്ടറോടായിരിക്കും. പിന്നെ പരിസ്ഥിതിയുടെ ഒരു നിയമാവലികളും സംഗതികളും ഉണ്ട്. പിന്നെ അനുമതി തേടുക എന്നുള്ളത് പ്രാഥമിക കാര്യമാണ്. അത് എവിടെയും ഒരു പൊതുസ്ഥലം, പഞ്ചായത്ത് ഓഫീസ്,
നമ്മൾ പൊതുവാണെന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും സമയത്ത് 6 മണി 5 മണിക്ക് ശേഷം പൂട്ടിയാൽ നമുക്ക് കയറി ചെല്ലാൻ പറ്റുമോ? ഇല്ല. ചില നിയമാവലികളും ചട്ടക്കൂടുകളുണ്ട്. ആ ചട്ടക്കൂടുകൾ പാലിക്കണമെന്നേ ഉള്ളൂ. ഏതായാലും കളക്ടറുമായി സംസാരിച്ച് ഇനി ആ വിവാദം അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. കളക്ടറുമായി സംഘാടകരെ സംസാരിച്ചു. അത് ചർച്ചയിലൂടെ അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ആശയക്കുഴപ്പം, കമ്മ്യൂണിക്കേഷൻസ്, ആ തെരഞ്ഞെടുപ്പ് കാലത്തെ തിരക്കുകളും ആ കമ്മ്യൂണിക്കേഷൻസ് അവസാനിച്ചിട്ടുണ്ട്. ജനങ്ങളാകെ തന്നെയും ഈ മേള കാണാനും അതുപോലെ തന്നെ സ്വീകരിക്കാനും തിരുനാവായയിലെ പ്രദേശത്തെ ജനങ്ങൾ, മലപ്പുറത്തെ ജനങ്ങൾ അതിന് തയ്യാറാണ് എന്നുള്ളതാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. മാഷ് മലപ്പുറത്തെ കുറിച്ച് എന്തുകൊണ്ടാണ് തകർക്കാൻ കഴിയില്ല എന്ന്, സാഹോദര്യം തകർക്കാൻ കഴിയില്ല എന്ന് വീണ്ടും എടുത്തു പറയുന്നത്? മാഷ് പഠിപ്പിച്ച 2 സ്റ്റുഡൻസ് മാഷെ പറയാം. ജനങ്ങളുടെ കാലിൽ അഴുക്ക് പറ്റരുതെന്നും അവർക്ക് കാലിന് മുറിവാവരുതെന്ന് വെച്ച് ശരിക്കും കട്ട പാകിയിട്ടുണ്ട് അവിടെ, അല്ലേ? ഇല്ലേ മാഷെ? അതെ. ആരൊക്കെയാണ് അത് പാകിയത്? അത് എൻ്റെ 2 സ്റ്റുഡൻസ് തന്നെയാണ്. അതിൽ പിന്നെ അബ്ബാസ്, അതുപോലെ ഹംസക്കുട്ടി, അല്ലേ? ഹംസക്കുട്ടി, അതുപോലെ തന്നെ മുനീർ തുടങ്ങിയിട്ടുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ, ഒരു ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അതിൽ ബിസിനസ് ഒക്കെ നടത്തുന്നവരുണ്ട്, തിരുനാവായൊക്കെ ബിസിനസ് ഒക്കെ നടത്തുന്നവരുണ്ട്. അവരായിരുന്നു ആ നാവാമുദ്ദ ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള, ഇതിപ്പം നമ്മളാരും നുണ പറയുന്നില്ല, അവിടെ നല്ല ബോർഡ് അടക്കം അവിടെ ഉണ്ട്. ദേവസ്വം ബോർഡിൻ്റെ അംഗീകാരത്തോട് കൂടിയിട്ടാണ് ആ ടൈല് ചെയ്തത് അവരാണ്. അതിനു മുന്നേ നമുക്ക് സിമെന്റ് ആയിരുന്നു, പിന്നെ മണ്ണുള്ള ഭാഗമൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഓർമ്മ. തീർച്ചയായിട്ടും അതൊക്കെ അവർ ചെയ്തത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, നാവാമുദ്ദ ക്ഷേത്രം എന്ന് പറയുന്നത് പിതൃബലിക്ക് വളരെ പേര് കേട്ടതാണ്. തിരുനെല്ലി പോലെ തന്നെ പിതൃബലിക്ക് പേര് കേട്ടാണ്, മരിച്ചവർക്കുള്ള ബലിയാണ്. ആ ബലിയിടാൻ വേണ്ടിയിട്ട് കർക്കടക വാവ് അടക്കമുള്ള ദിനങ്ങളിൽ വലിയ തോതിൽ ജനങ്ങൾ എത്തിച്ചേരുന്നു. 20-25,000 ആളുകൾ എത്തിച്ചേരുന്ന ഒരു സന്ദർഭമാണ് കർക്കടക വാവ്. ആ സമയത്ത് ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ള നിലയിലാണ് പുരോഗമന ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ, മുസ്ലിം ജനസമൂഹത്തിൽ നിന്നുള്ളവർ വന്നിട്ട് ആ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. ഇത് മാത്രവുമല്ല, നമ്മുടെ മണ്ണിൻ്റെ ഒരു പൈതൃകം നമ്മൾ പരിശോധിക്കണ്ടേ. എഴുത്തച്ഛൻ്റെ മണ്ണാണിത്. അതുപോലെ തന്നെ അക്കിത്തത്തിൻ്റെ മണ്ണാണ്. കുഞ്ഞിരാമൻ നായർ വന്നു പോയ മണ്ണാണ്. ചിന്തിക്കുന്ന, അതുപോലെ തന്നെ സാഹിത്യകൃതികൾ ധാരാളമായിട്ട് രചിക്കപ്പെട്ടൊരു മണ്ണാണ്. ഒരു ചുമ്മാ ഉള്ള ഒരു സാധാരണ ഒരു മണ്ണല്ല ഇത്. പൊന്നാനിക്കളരിയും അതുപോലെ തന്നെ ഈ തിരൂരും ഭാഷാപിതാവിൻ്റെ ഒക്കെ ഈ മണ്ണിൽ നിൽക്കുന്ന ജനങ്ങൾക്ക് നല്ല വെളിച്ചമേ ഉണ്ടാവുള്ളൂ. അവർ നല്ല ചിന്താഗതിക്കാരാണ്. മാഷുടെ കുട്ടികളാണ് ശരിക്കും അത് ചെയ്തു കൊടുത്തത്, അല്ലേ? ആ രീതിയിലേക്ക്, അതായത് നമ്മളുടെ കെട്ടുറപ്പ് അതാണ്. ഇതാണ് നമ്മളുടെ കെട്ടുറപ്പ്. അതായത് മറ്റു മതസ്ഥരെ ശരിക്കും കൈ അഴഞ്ഞ് സഹായിക്കുക, അല്ലെ? ഇവിടെ ഒരു വേല വന്നാൽ, ഒരു വിഷു വന്നാൽ, ഒരു അയ്യപ്പൻ വിളക്ക് വന്നാലൊക്കെ വലിയ ഇതിലേക്ക് തീർച്ചയായിട്ടും ഭയങ്കര രസമായിട്ട് പോകുന്നതല്ലേ? എടുത്തു പറയേണ്ടതാണ് നമുക്ക് വൈരങ്കോട് ഭഗവതി ക്ഷേത്രം. വൈരങ്കോട് ഭഗവതി ക്ഷേത്രത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ അടുത്ത കാലം വരെ, ഇപ്പോഴും അതിന് എന്ത് വല്ല മാറ്റങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല, ആ ഉത്സവ ദിവസം എല്ലാ വിഭാഗം ജനങ്ങളും അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറും. അവിടെ ആ വേലകളുടെ കൂടെ വരും. കല്യാണം കഴിഞ്ഞു പോയ മുസ്ലിം പെൺകുട്ടികൾ എനിക്കറിയുന്ന ധാരാളമുണ്ട്. അവരുടെ നാട്ടിൽ നടക്കുന്ന ഈ വൈരങ്കോട് വേല കാണാൻ വേണ്ടി വിവാഹം കഴിഞ്ഞ വീടുകളിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരും. ഇവിടെ പാട്ടുപുറമെ ഭഗവതി ക്ഷേത്രമുണ്ട്, ഞാൻ താമസിക്കുന്ന തൊട്ടടുത്ത്. ഇവിടെയുള്ള ജനങ്ങൾ ആകെ തന്നെയുമാണ് അതിനു വേണ്ടിയിട്ടുള്ള പണങ്ങൾ സംഭാവന ചെയ്തിട്ട്, അല്ലാണ്ട് ഒരു മതത്തിൽ നിന്ന് മാത്രം വാങ്ങിയിട്ടല്ലല്ലോ നടത്തുന്നത്. ജനങ്ങൾ ആകെ തന്നെ ആ വരവിനെ വേൽക്കാൻ വേണ്ടി. പുതിയങ്ങാടി നേർച്ച, അതൊരു മുസ്ലിം സൂഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നേർച്ചയാണ്. അത് ചില ഹിന്ദു ഭവനങ്ങളിൽ ചില അവകാശങ്ങളുണ്ട്. അതുപോലെ തന്നെ വൈരങ്കോട് വേലയ്ക്ക് ചില മുസ്ലിം ഭവനങ്ങളിൽ ചില അവകാശങ്ങളുണ്ട്. അവിടെ നിന്ന് ചില സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള അവകാശങ്ങളുണ്ട്. ഈ നിലയ്ക്ക് വലിയൊരു പുരാതനമായ ചരിത്രം ഇവിടുത്തെ മതസൗഹാർദ്ദത്തിനുണ്ട്. അത് ഉത്തരേന്ത്യയിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, എന്തായാലും കാവി ധരിച്ചിരിക്കുന്ന 4 സന്യാസിമാർ അല്ലെങ്കിൽ കുറച്ചു പേര് ഉത്തരേന്ത്യയിൽ നിന്നും മറ്റു നാടുകളിൽ നിന്നും ഇവിടെ വന്നാൽ നമ്മുടെ മതസൗഹാർദ്ദം തകരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് മാത്രവുമല്ല, എല്ലാവരും കൂടെ വരട്ടെ. ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിൻ്റെ നാട്, നമ്മുടെ നാട്. വടക്കേ ഇന്ത്യക്കാർക്കുള്ള സംശയങ്ങൾ വല്ലതുകൊണ്ടെങ്കിൽ തീരട്ടെ ഇതോടുകൂടി. അതെ, എന്തുകൊണ്ടാണ് ഇവിടെ മതസൗഹാർദ്ദം തകർക്കാൻ നോക്കിയാലും തകരില്ല എന്ന് പറയുന്നത് അറിയോ? അതായത് ഈ അമ്പലത്തിന്റെ, തിരുനാവായ അമ്പലത്തിന്റെ ഉള്ളിൽ നിർമ്മിച്ചിരിക്കുന്ന, അല്ലെ കട്ടപാകി കൊടുത്തത് ഒരു 2 മുസ്ലിം സഹോദരങ്ങളാണ്, അല്ലെ? അപ്പോ അവർക്ക് അത്തരം രീതിയിലേക്ക് ഭക്തജനങ്ങളുടെ കാലില് ഒരിക്കൽ പോലും മണ്ണ് പറ്റരുത് അല്ലെങ്കിൽ വേദനിക്കരുത് എന്ന് വെച്ചിട്ടാണ് അത്തരം രീതിയിലേക്ക് അവർക്ക് ഇരിക്കാനുള്ള ബെഞ്ച് വരെ ചെയ്തു കൊടുത്തത്, അല്ലേ? അത്തരം ആളുകളാണ് ഈ മലപ്പുറത്തുള്ളത്. അത്തരം ആളുകളാണ് മലപ്പുറത്തെ സ്നേഹിക്കുന്നത്. മലപ്പുറത്ത് നിന്ന് എന്തിനാണ് മലപ്പുറത്തെ ഇത്ര മോശമാക്കിയിട്ടോ അല്ലെങ്കിൽ എന്തിനാണ് മലപ്പുറം ഇത്ര മോശമാണെന്ന് പ്രചരിപ്പിക്കുന്നതെന്ന് മാഷ് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാര്യം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ മാഷ് ഇവിടെ 28 വർഷമായിട്ട് വന്ന ആളല്ലേ. മാഷ് കണ്ണൂർക്കാരാണ്. മാഷ് തന്നെ പറയുന്നു ഈ മലപ്പുറം ജില്ല നല്ല രീതിയിലേക്ക് ഉള്ള ഒരു സ്ഥലമാണെന്ന് പറയുന്നു. ഇത്രയൊക്കെ പറയുമ്പോഴും മാഷേ, നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടത്? എന്തിനാണ് ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്? ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്, നമ്മുടെ സംസ്ഥാനത്ത് ഇതിന് പുറത്ത് മറ്റ് സ്റ്റേറ്റുകളിൽ ധാരാളം വർഗീയ കലാപങ്ങൾ നടന്നിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ മീററ്റിലാവട്ടെ, മറ്റു സ്ഥലങ്ങളിലൊക്കെ തന്നെ, കൽക്കട്ടയിലാവട്ടെ, മറ്റു പല ഇടങ്ങളിലും വർഗീയ കലാപങ്ങൾ നടക്കുമ്പോഴും കേരളം പൊതുവെ ശാന്തമായിരുന്നു.
ബാബറി മസ്ജിദിൻ്റെ ആ ഒരു തകർച്ചയും അതുപോലെ തന്നെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന കാലത്ത് പോലും കേരളം ശാന്തമായിരുന്നു. ചില കാര്യങ്ങൾ അപ്പുറം ഇപ്പുറമൊക്കെ ചില പൊട്ടാസ് പൊട്ടുന്നത് പോലെ ചെറിയ ചെറിയ വിഷയങ്ങൾ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും വലിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലത്ത്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ ബാബറി മസ്ജിദും അതുപോലെ രാമജന്മഭൂമി ആ വിഷയം നടക്കുന്ന കാലത്ത് പോലും മലപ്പുറം ശാന്തമായിരുന്നു. ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായും മലപ്പുറം ശാന്തമായിരുന്നു. എന്നും മലപ്പുറം ശാന്തമായി തന്നെ തുടരൂല്ലേ? തീർച്ചയായും. ഒരു വ്യത്യാസമോ ഒരു എന്താണ് പറയാ, അതിൽ ഒരു മായം കലക്കാനൊന്നും നിങ്ങൾ വിചാരിച്ചാൽ നടക്കില്ല എന്നുള്ളതാണ്. അത്തരം നടക്കുന്ന സമ്മതിക്കില്ല ജനങ്ങൾ അത്തരം അത്തരം രീതിയിലേക്ക് നടത്താൻ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ ശരിക്കും എന്ത് ചെയ്യും, അവര് കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ്. അത് മാത്രമല്ല, അങ്ങനെ ചിന്തിക്കുന്നവർ മലപ്പുറത്തെ തെറ്റായി ധരിക്കുകയാണ്, തെറ്റായി അത് മനസ്സിലാക്കുകയാണ്. അത് അവർ സ്വയം ബോധത്തിൽ തന്നെ തിരുത്തേണ്ടി വരും. എന്തായാലും വലിയ രീതിയിലേക്കാണ് തിരുനാവായക്കാര് ഈ ഉത്സവത്തെ വരവേറ്റാൻ നിൽക്കുന്നത്. ഉത്സവം എന്ന് പറയാല്ലേ, വലിയ രീതിയിലേക്ക് ഉത്സവം. ഇതിനോടനുബന്ധിച്ച് ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കണം എന്ന് തോന്നുന്നു എനിക്ക്. ഈ നദീസ്നാനത്തെ വളരെ പരിഭാവനമായിട്ടാണ് വിശ്വാസികൾ കാണുന്നത്, വരുന്നവർക്കാണ്. അത് ഭാരതീയ സംസ്കൃതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഇതിനു അതായത് ഒരു നദീസ്നാനവും നദീപൂജയോ അതിൻ്റെ കാര്യങ്ങളൊക്കെ പവിത്രമായി ചെയ്തതിന് ശേഷം ഒരു പുതിയ മനുഷ്യനായിട്ടായിരിക്കണം ഇവിടുന്ന് പോകേണ്ടത്. എല്ലാവരെയും ഉൾച്ചേർക്കുന്ന നവീകരിക്കപ്പെട്ട നല്ലൊരു മനുഷ്യനായിട്ട്. നമുക്കറിയാം, മുസ്ലിം സഹോദരന്മാർ ഹജ്ജിന് മെക്കയിൽ പോയിട്ട് കടന്നു വരുമ്പോൾ അതുവരെയുള്ള ജീവിതമല്ലല്ലോ പിന്നീട് തിരിച്ചു വരുമ്പോൾ ആ രൂപത്തിൽ നല്ല ഒരു മാറ്റം ഉണ്ടാക്കാൻ അത് ഒരു സാംസ്കാരിക നവോത്ഥാനമായിട്ട് ഈ മേള മാറട്ടെ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും മറ്റു തരത്തിൽ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും നമ്മുടെ വിഷയമേ അല്ല. ആ മേള വളരെ വിജയകരമായിട്ട് അവിടെ നടക്കട്ടെ. എന്ത് ചിന്തിക്കുന്നുണ്ടെങ്കിലും ആ ചിന്ത അവിടെ വില പോകില്ല. ഏതായാലും വിശ്വാസികൾക്കിടയിൽ മറ്റു ചിന്തകൾ തിരുനാവായയെ കുറിച്ചുള്ള തിരുനാവായയിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ വിശ്വാസികൾക്ക്, നല്ല ഹിന്ദു മത വിശ്വാസികൾക്ക്, അങ്ങനെ വേണേൽ എടുത്തു പറയാൻ, ഇപ്പം പൊളിറ്റിക്കൽ ഹിന്ദു ആൻഡ് പൊളിറ്റിക്കൽ ഇസ്ലാം ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നല്ല രീതിയിലേക്ക് പോകും എന്നുള്ളതാണ്. അപ്പോൾ നന്ദി, നമസ്കാരം.